1270 മതി. ഇന്ന് ക്ലാരയ്ക്ക് ചിക്കനും പൊറോട്ടയും വാങ്ങിക്കൊടുക്കണം. അവൾക്ക് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഞാൻ മാറ്റും. എന്നിട്ട് വേണം എനിക്കിന്ന് ഒരു കുപ്പി വാങ്ങി അടിക്കാൻ. വിളിച്ചു നോക്കട്ടെ. ശരിക്കും ആ കിണ്ടീൻ്റെ കൂടെ മന്ദയും കൂടി അടിച്ചു മാറ്റായിരുന്നു, കുറച്ചുകൂടി കാശ് കിട്ടുമായിരുന്നു. വേണ്ട, അത് അടുത്ത പ്രാവശ്യം അടിക്കാമല്ലോ, ഇനി സമയമുണ്ട്. ഈ ചെയിനും ആധാരമൊക്കെ എടുത്ത് മാറ്റിയാണ് പെട്ടെന്ന് അറിയാം. ഇതാവുമ്പോൾ അറിയത്തില്ല. ഇത് തൊണ്ടി മുതലാണ്, വേണ്ട ഇനി അത്. ഹലോ, ഇവന് ഫോൺ വെച്ചിട്ട് എവിടെ പോയി കിടക്കുന്നു? ഹലോ ഹലോ, എന്തേലും ഹലോ, നീ ഇത് എവിടെ പോയി കിടക്കുന്നു? ഞാൻ ഇച്ചിരി ബിസിയാ, പറഞ്ഞോ. എടാ, ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. ചെലവെല്ലാം ഈ വർക്കിയുടെ ആ ലോട്ടറി അടിച്ചാ? ലോട്ടറി ഒന്നും അടിക്കണ്ട. പിന്നെന്താ ഗോള്? ഞാൻ ജീവിതത്തിന്റെ രീതി ഒന്ന് മാറ്റി പിടിച്ചു. മനസ്സിലായില്ല. ജോലി എടുത്ത് ജീവിക്കാന്ന് വിചാരിച്ചു. ആ, ഒന്നുമില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, ക്ലാരയൊന്നും ബുദ്ധിമുട്ടിക്കാതെ സൈഡിൽ കൂടി നമ്മൾ ജീവിച്ചു പോണം. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാ. നീ അടിച്ച് കയറി വാടാ. ഇന്ന് കൊഞ്ചും കരിമീനും എന്താ വെച്ചോ പറഞ്ഞോ, എല്ലാം വർക്കി പൊളിച്ചിരിക്കും. ഓ ശരി ശരി, ഞാനൊന്ന് ക്ലാരനെ പോയിട്ടൊന്ന് സന്തോഷിപ്പിക്കാം. ആ ശരി ശരി, ഞാൻ പൊളിക്കും. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നേരെ അങ്ങോട്ട് പിടിക്കാം. നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എളിയല്ലേ? എന്താണ് നീ കാണിക്കുന്നേ? ഒന്നൂടെ ഓടെ ഇറക്കാം. പറ്റും, പറ്റും. നീ സൂപ്പർ സ്റ്റാർ ആണ്. എന്റെ പൊന്ന് ജീവ, എന്താടാ ഇത്? എന്താ ഒരു ആരോഗ്യമില്ലല്ലോ. എടാ, ഇതൊന്നും പറ്റില്ലടാ. എനിക്ക് വല്ല മറ്റേ നീ സിക്സ് പാക്ക് ആക്കുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞാ. സിക്സ് പാക്ക് ആക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എന്താണ്? ഈ വീടിന് ചുറ്റും ഒരു 10 റൗണ്ട് കൂടിയുണ്ട്. 10 റൗണ്ടാ? ആ, പറ്റുമോ? ഇത് ഒരു റൗണ്ടൊക്കെ ആണെങ്കിൽ നോക്കായിരുന്നു. ഒരു റൗണ്ടോ? പണിയെടുക്കണം, എന്നാലേ ഇതൊക്കെ വരുള്ളൂ. 10 റൗണ്ടൊക്കെ കൂടിയിട്ട് എന്നാ കിട്ടാന്? മനുഷ്യൻ മടുത്തു പോകത്തില്ല, എന്റെ ശരീരം പോകത്തില്ല, എന്റെ കാലം മസിൽ കയറും. ഇവിടെ ചുമ്മാ ഇരുന്ന് തിന്നല്ലാണ്ട് വേറെ ഒരു പണിയില്ലല്ലോ. ഈ ശരീരമൊക്കെ ഒന്ന് അനങ്ങ്, നിന്റെ വയറ് ചാടി ഇറക്കാ. എടാ, പണി എടുക്കുന്നില്ല എന്ന് നീ പറയരുത്. ഇവിടുത്തെ പാത്രമൊക്കെ കഴുകുന്ന ആരാ? നീ ആണല്ല. ഈ പാത്രം കഴുകുന്ന ഒരു പണിയായിട്ട് നീ കൂട്ടല്ലേ? അത് നമുക്ക് സിക്സ് പാക്ക് ഉണ്ടാക്കാൻ അതൊന്നും അങ്ങനത്തെ പണിയല്ല ഈ പാത്രം കഴുകുന്നത്. എടാ, ഞാൻ പാത്രം കഴുകുന്നോണ്ടാ നീ 3 നേരം വെട്ടി ഞണ്ണെന്ന്, മനസ്സിലായ? ഞാൻ വർത്താനം പറയരുത് കേട്ടോ. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നിന്നെ കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന എന്തിനാ? എനിക്ക് വേണ്ടിട്ടാ? നിനക്ക് സിനിമ കയറി ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? ബോഡി ഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? സംഭവിച്ചിരി, നീ ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ കൊല്ലുന്ന രീതിയിലുള്ള പണി എടുപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാന്ന്? 10 പുഷപ്പ് എടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് വെച്ചാല്? എടാ, എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. ഞാനിപ്പോ എന്ത് ചെയ്യും? നീ തിന്നുന്നൊക്കെ എങ്ങോട്ടാടാ പോകുന്നേ? നിന്റെ വയറ് ചാടി ഇറക്കാം. എടാ, എന്റെ ബോഡി ഷെയിം ചെയ്തിട്ടാ. വയറ് ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷെയിം ചെയ്തു, പിന്നെ വയറ് ചാടിന് പിന്നെ എന്നോ പറയണം? അത് പറയുമ്പോൾ ഇച്ചിരി മാന്യമായിട്ട് പറയണം. നിന്റെ വയറ് കുറച്ച് ചാടിയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറയണം. അല്ലാതെ തമ്പുരാന്റെ വയറ് കുറച്ച് ചാടിയിട്ടുണ്ട് കേട്ടോ, ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊടവയറാവേ. എടാ എന്ത് വാട ഇത്? കൊടവയറാവെന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ പേടിപ്പിച്ച ഞാൻ പേടിക്കുന്നു വിചാരിക്കാം. ടിവിയുടെ മുന്നിലോട്ട് ചെന്ന് ഇരിക്കാൻ പറ്റുന്നില്ല. ആ വയനാട്ടിലെ വാർത്ത കണ്ടിട്ട് തല പെരുക്കുന്നു. ഇതൊന്നും തുറക്കാനേ പറ്റണില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതന്നെ കാണാനില്ല. എനിക്കാണെങ്കിൽ കണ്ടിട്ട് എന്തുപോലെ ആണ്. അതിനിടയ്ക്ക് കണ്ടായിരുന്നോ കുറെ അമ്മമാരുടെ കമന്റ്? ഒരു പയ്യൻ ഇട്ടില്ലേ, പിള്ളേരാരെങ്കിലും പൊടിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പാല് കൊടുക്കാൻ എന്റെ വൈഫ് റെഡിയാണെന്ന്. മനുഷ്യന്മാരാണല്ലേ.
ഈ ഇത്ര ദുരിതത്തിൽ ഇവനൊക്കെ ഇങ്ങനെ പെരുമാറാൻ എങ്ങനെ പറ്റുന്നു? ഓ, അവനൊക്കെ കൈ കിട്ടിയാലുണ്ടല്ലോ അടിച്ചു കൊന്നേക്കണം, തന്തയ്ക്കും തള്ളയ്ക്കും വരെ പേരുദോഷം ഉണ്ടാക്കാനായിട്ട്. സത്യം, നാടിനെ പറയിപ്പിക്കാനായിട്ട്. ഹോ, ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ ഉറങ്ങുമ്പോ ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ദുരന്തമൊക്കെ ഫേസ് ചെയ്യേണ്ടി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനു മുമ്പ് ആ പ്രളയം വന്നപ്പോഴും കുറേ പേര് എന്തോരം ബുദ്ധിമുട്ടിയതാ. പക്ഷെ ഇത് ഒരുമാതിരി അവസ്ഥയായി പോയി. പ്രളയൊക്കെ നമുക്കിങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയല്ലോ. ഇത് ഒറ്റയടിക്ക് കുത്തി ഒലിച്ച് വരുമ്പം ഉറങ്ങിക്കൊണ്ടിരിക്കണ മനുഷ്യന്മാരൊക്കെ എൻ്റെ അമ്മേ. ഓ, ആനയുടെ കാൽച്ചോട്ടിൽ ചെന്ന് ഉറങ്ങിയ കഥയൊക്കെ കണ്ടായിരുന്നോ പറഞ്ഞു? അവിടെയൊക്കെ പിന്നെ അവർക്കൊക്കെ ഒരു ധൈര്യം ഓൾറെഡി ഉണ്ടാവും, അവരാ കാട്ടിൽ ജീവിക്കണോണ്ട്. എന്നാലും മോളെ ഈ ഇത്രയൊരു ഇത് വരുമ്പോഴേ ആരാണേലും ഒന്ന് പതറിപ്പോകത്തില്ലേ? പിന്നെ എന്തോരം പേരെ കാണാതെ ചങ്ക് പൊട്ടുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അതെ, നിനക്ക് പുഷപ്പ് പഠിക്കാൻ പറ്റുമോ? പുഷപ്പ് 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് 10 ദിവസമല്ല 10 ഇപ്പൊ അടിക്കണം. അല്ല, ഓരോ ദിവസം ഓരോന്ന് പുഷപ്പ് കൂട്ടിക്കൊണ്ടുവരാം. വേണമെങ്കിൽ നമുക്ക് നീ പറഞ്ഞ പോലെ ഓടാം. 2 റൗണ്ട് 2 റൗണ്ട് ഓടാം. 2 റൗണ്ട് അങ്ങനെയെങ്കിലും ഓടാം. എന്നാ വാ ഓടാം. ഓട്ടമല്ലേ ഇവനെ കൊണ്ടൊക്കെ ഞാൻ എന്ത് പണി എടുപ്പിക്കാനാണോ? ഇടിക്കും കൊണ്ട് എല്ല് പറിച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു. 6 പാക്ക് വരെ എങ്കിൽ കൊള്ളായിരുന്നു. ക്ലാരേ, എടി ക്ലാരേ, നിന്നെ വിളിച്ചു എന്താണോ എന്താണാവോ? ഇവളമാരെ വിളിച്ചാ കിട്ടത്തില്ല. എന്താ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയണ? വട്ടായോ? വട്ടിന്റെ അപ്പന് എന്താ വർത്താനായി പറഞ്ഞത്? അവളെ അമ്മാരി ചോദ്യമല്ലേ ചോദിച്ചത്? ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാ രണ്ടുപേരും വിളിപ്പിച്ചത്. നിങ്ങൾക്ക് എന്തുവാ ഇത്ര പ്രധാനപ്പെട്ട കാര്യം? അതൊക്കെ ഉണ്ട്. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ ജോലിയും കൂലിയും ഇല്ലാണ്ട് ഇങ്ങനെ തേരാ പാരാ നടക്കുകയാണ്. അത് വിചാരമല്ലല്ലോ, ഉള്ള കാര്യമല്ല. രാവിലെ എന്റെ ഭയങ്കര കോമഡി ആണല്ലോ. എന്താ പറ്റിയേ? എന്നാ അതൊക്കെ നിർത്തിക്കോ. ഞാൻ ഇത്തിരി സീരിയസ് ആണ്. ഓ, എന്താ കാര്യം സീരിയസ് ആയിട്ട്? എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അധ്വാനിക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയോ ബുദ്ധിയൊക്കെ? നിനക്ക് പിടിച്ചില്ലേ? എന്താണ്? നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ കുറെ ദിവസമായി പറഞ്ഞില്ലേ നിനക്കൊരു പരാസ വാങ്ങി തന്നാലാ? പരാസയോ? നിനക്കൊരു ലാപ്ടോപ്പ് ആയാലാ? അത് വേണ്ട. നിനക്കൊരു ഇൻഡക്ഷൻ കുക്കർ ആയാലാ? ഇൻഡക്ഷൻ കുക്കറോ? അല്ല, നിനക്കൊരു മാക് സെറ്റ് നിന്റെ മോന്ത വെളുപ്പിക്കാനുള്ളത് തന്നാലാ? ഇളിക്കണ്ട. നീ കുറെ ദിവസമായില്ലേ പറഞ്ഞിട്ട് നിന്റെ മുടിയും ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ബ്യൂട്ടി പാർലർ കൊണ്ട് ശരിയാക്കണമെന്ന്. നിങ്ങൾക്ക് സത്യത്തിൽ എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇതൊക്കെ വേണമെന്ന് ഞങ്ങളോട് ചോദിക്കുന്നോ? അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇപ്പം കാശുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ, എനിക്ക് മനസ്സിലായി. ബുദ്ധി ഉപയോഗിച്ച് വഴിയിൽ ലോട്ടറി മേടിച്ചു, അത് അടിച്ചതല്ലേ? ലോട്ടറി അടിച്ചോ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ട് പറയുമ്പോൾ നിന്റെ ഈ വളിച്ച കോമഡി ഉണ്ടല്ലോ അത് നിർത്തിക്കും. പിന്നെ നിങ്ങളുടെ എവിടുന്നാ പൈസ? അതൊക്കെ ഉണ്ട്. നിന്റെ അടുത്ത് മാത്രമേ കാശ് ഉണ്ടാവത്തുള്ളൂ. അല്ല, ഇത്ര നാളും നിലവിൽ എൻ്റെ അടുത്ത് മാത്രമേ കാശ് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ 5-ന്റെ പൈസ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. കാശ് ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ കൂടെ പഞ്ഞിക്കച്ചവടം ചെയ്തിരുന്നാൽ നിന്റെ കാലി എന്നടുത്ത് കുത്തിയോ അന്ന് മുതൽ അങ്ങേരുന്ന ചവിട്ടി പുറത്താക്കി തറവാട്ടുന്നു. അയ്യോ,